നമസ്കാരം. ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്താത്ത ചരിത്രങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന ചില സ്ഥലങ്ങൾ നമുക്കുണ്ട്. ലിപികൾ നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ തലമുറകളായി നാട്ടുഭാഷകളിലൂടെയും ഐതിഹ്യങ്ങളിലൂടെയും സ്വന്തം പൈതൃകം കാത്തുസൂക്ഷിച്ച ചില ഇടങ്ങൾ. അവയിലൊന്നാണ് അഞ്ചൽ എന്ന പ്രദേശം. തെക്കൻ കേരളത്തിൽ സഹ്യാദ്രിയുടെ കാവലിൽ മയങ്ങിക്കിടക്കുന്ന പ്രദേശമാണ് അഞ്ചൽ. ഈ പ്രദേശം ഭൂപടത്തിലെ വെറും ഒരു അടയാളപ്പെടുത്തൽ മാത്രമല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ നിലനിന്ന ഒരു പ്രാചീന സംസ്കാരത്തിൻ്റെ ജീവൻ തുടിക്കുന്ന സ്പന്ദനങ്ങളാണ് അഞ്ചലിൽ ഉറങ്ങിക്കിടക്കുന്നത്. ഈ അഞ്ചലിൻ്റെ ഉൽപ്പത്തി കഥകൾ പറഞ്ഞുകൊണ്ട് 4 ദിക്കുകളിലും നിലനിൽക്കുന്ന മറ്റനേക ചെറിയ പ്രദേശങ്ങൾ. ഈ പ്രദേശങ്ങൾ വെറും അതിരുകളല്ല, അഞ്ചൽ എന്ന മഹാസംസ്കാരത്തിൻ്റെ വഴിയിലേക്ക് നമ്മെ നയിക്കുന്ന പൈതൃകത്തിൻ്റെ കവാടങ്ങളാണ്. എങ്ങനെയാണ് അഞ്ചലിൻ്റെ സാംസ്കാരിക ചരിത്രം രൂപപ്പെട്ടത്? ഈ നാടിന് അഞ്ചൽ എന്ന പേര് വന്നത് എങ്ങനെയാണ്? മനുഷ്യൻ മറന്നുപോയ അഞ്ചലിൻ്റെ സാമൂഹിക സാംസ്കാരിക ചരിത്രത്തിലേക്ക് ഒരു യാത്രയാണ്. ശിലായുഗ മനുഷ്യന്റെ കാൽപ്പാടുകൾ കിടക്കുന്ന തെന്മല, മാനവ സംസ്കാരത്തിൻ്റെ വിത്തുകൾ വിതറി കിടക്കുന്ന കോട്ടുകാൽ ഗുഹാക്ഷേത്രം, ആകാശത്തിലേക്ക് തലയുയർത്തി നിൽക്കുന്ന കൊടുക്കാത്തുപാറ. ഈ പ്രദേശങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് വെമ്പൽ കൊള്ളുകയാണ് അഞ്ചലിൻ്റെ യഥാർത്ഥ ചരിത്രം പറയുക. നമസ്കാരം. അഞ്ചൽ എന്ന ഭൂപ്രദേശത്തിൻ്റെ പുരാരേഖകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളെ എതിരേൽക്കുന്നത് കൗതുകം നിറഞ്ഞ ഒരുപാട് കഥകളും വസ്തുതകളും ഒക്കെയാണ്. ഒരുപക്ഷെ യാഥാർത്ഥ്യമായിരിക്കാം, അല്ലെങ്കിൽ കടങ്കഥകളോ കെട്ടുകഥകളോ ഒക്കെ ആയിരിക്കാം. പക്ഷേ ആ മിത്തുകൾ ഇന്നും നമ്മുടെ മുന്നിൽ സജീവമായി നിൽക്കുന്നു എന്നുള്ളതാണ്. അഞ്ചലിനെ കുറിച്ച് നമ്മൾ സർവജ്ഞാന കോശത്തിലും മറ്റുമൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ അഞ്ചലോട്ടക്കാർ, അത് അഞ്ചലിൻ്റെ പൗരാണികമായിട്ടുള്ള വാണിജ്യ സംസ്കാരങ്ങൾ, പലചരക്ക് വ്യാപാരങ്ങൾ, കന്നുകാലി ചന്ത, അല്ലാന്നുണ്ടെങ്കിൽ അഞ്ചലുണ്ടായിരിക്കുന്ന ചില ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, മുടിയിരുന്നത്, അങ്ങനെയൊക്കെയുള്ള ചില കുടുംബങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇതൊക്കെ യഥാർത്ഥ ചരിത്ര നിർമ്മിതി അല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം യഥാർത്ഥത്തിലുള്ള ചരിത്രങ്ങൾ ഇനിയും കണ്ടെത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അഞ്ചൽ 5 ചൊല്ലുകളുടെ നാട് എന്നാണ് പരക്കെ അറിയപ്പെടുന്നത്. ഒരുപക്ഷെ നമുക്കും അത്തരത്തിലുള്ള അനുഭവങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ കഥകളൊക്കെ നമ്മൾ കേട്ട് വളർന്നതാണ്. 5 ചൊല്ലുകൾ, അത്തരത്തിലുള്ള മിത്തുകളുടെ പുറകെ പോകാൻ നമ്മൾ വ്യക്തിപരമായി താല്പര്യപ്പെടുന്നില്ല എങ്കിൽ പോലും ഇത്തരത്തിലുള്ള അന്വേഷണത്തിൽ അതും ഇവിടെ പ്രസക്തമാണ്. 5 ചൊല്ലുകൾ ഒരുപക്ഷെ അത് വളരെ രീതിയിൽ അഞ്ചലിന്റെ പേരിന് കാരണമായിട്ടുണ്ടാകാം. അതുപോലെ തന്നെ അഞ്ചലോട്ടക്കാരൻ, അത് പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ പണ്ടത്തെ തപാൽ സംവിധാനവുമായി ബന്ധപ്പെട്ട് അതൊക്കെ ഈ കാലത്ത് ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങളൊക്കെയാണ്. അതായത് എന്ന് പറയുന്ന അഞ്ചൽ എന്ന് പറഞ്ഞൊരു കാർഷിക ഗ്രാമം തന്നെയാണല്ലോ. അപ്പൊ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാരണമായിട്ടുണ്ട്. ബ്രിട്ടീഷ് കാലം മുതൽ തന്നെ
നമ്മുടെ പരിസര പ്രദേശങ്ങളൊക്കെ സാമ്പത്തികമായിട്ടും വ്യവസായപരമായിട്ടും ഒക്കെ വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു എന്ന് തന്നെ നമുക്ക് ചരിത്ര രേഖകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ അഞ്ചലോട്ടക്കാരൻ വന്നതിന് ശേഷമാണ് അഞ്ചൽ എന്നുള്ള പേര് നമ്മൾ സ്വീകരിച്ചത് എന്ന് പറയുന്നതിനകത്ത് അധികം യുക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അതിനു മുമ്പ് തന്നെ ഈ കാർഷിക ഗ്രാമവും അല്ലെങ്കിൽ പിന്നെ വാണിജ്യപരമായിട്ടുള്ള അഞ്ചലത്തിന്റെ കാലിച്ചന്ത വളരെ ഫേമസ് ആണ്. തമിഴ്നാടും നമ്മുടെ ഈ നാടും തമ്മിലുള്ള ഒരു വാണിജ്യമായിട്ടുള്ള ഒരു ഇടനാഴി തന്നെ ഇതിലൂടെ രൂപപ്പെട്ടിട്ടുണ്ട്. കന്നുകാലി വ്യാപാരം, അതുപോലെ തന്നെയാണ് നമ്മുടെ മലഞ്ചരക്ക് വ്യാപാരങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഒരു കാലത്ത് അഞ്ചൽ എന്ന് പറയുന്ന നിബിഡ വനമായിരുന്നു. വന്യമൃഗങ്ങൾ ധാരാളം വിഹരിച്ചിരുന്ന പ്രദേശം തന്നെയായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന അഞ്ചൽ സിറ്റി എല്ലാം വന്യമൃഗങ്ങളുടെ ഒരു കേന്ദ്രം തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു പ്രദേശത്ത് ആണ് പിൽക്കാലത്ത് ഉണ്ടായ വലിയ ഒരു ഒരു നാഗരിക സംസ്കാരമാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ സ്ഥലനാമങ്ങളോ എല്ലാം കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറുകയും മാറ്റിമറിക്കപ്പെടുകയും ചെയ്യും. യഥാർത്ഥത്തിൽ എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് പല സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നമുക്ക് കൂടുതൽ നടത്തേണ്ടിയിരിക്കുന്നു. പ്രാചീന ശിലായുഗ മനുഷ്യരുടെ സ്വാധീനവും അവരുടെ അടയാളങ്ങളുമൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് ഉത്ഖനനങ്ങളൊക്കെ നമ്മുടെ അഞ്ചലിന്റെ പരിസര പ്രദേശങ്ങളിൽ നടന്നിട്ടുണ്ട്. നന്നങ്ങാടികളും അതേപോലെയുള്ള ചില ശിലാരേഖകളും ഒക്കെ അഞ്ചലിന്റെ പരിസര പ്രദേശങ്ങളിലും കുളത്തൂപ്പുഴ, കടമാങ്കോട്, തെന്മല തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവിടുന്ന് പിൽക്കാലത്തേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ വന വിഭവങ്ങളുടെ വലിയ ഒരു സമ്പത്ത് അത് ഈ പ്രദേശത്തെ വളരെ സമ്പുഷ്ടമാക്കി, അല്ലെങ്കിൽ ഇത് മറ്റുള്ളവരെ ഈ നാട്ടിലേക്ക് എത്തപ്പെടുവാനും ഇവിടെ താമസിക്കാനും ഒക്കെ അവരെ പ്രാപ്തരാക്കി. അങ്ങനെ ഈ പ്രദേശത്തെ വനവിഭവങ്ങളും മരങ്ങളും ഒക്കെയാണ് ആദ്യമായിട്ട് ഈ ഇവിടുന്ന് ആൾക്കാർ ഉപയോഗപ്പെടുത്തുകയും അത് വ്യാവസായികമായിട്ടായാലും ശരി തന്നെ ഇവിടുന്ന് കടത്തപ്പെടുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഈ ധാതു സമ്പത്തുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം മറ്റു പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലെ ഇതര പ്രദേശങ്ങളുമായിട്ടൊക്കെ വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അഞ്ചലും ഒരുപക്ഷെ തദ്ദേശീയ ജനതയും കുടിയേറ്റക്കാരും തമ്മിലുള്ള സംഘർഷങ്ങളൊക്കെ ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. അതിൽ നിന്ന് ഉള്ള വളർച്ചകളും ഒരുപക്ഷെ നമ്മുടെ നാട് സ്വാംശീകരിച്ചിട്ടുണ്ടായിരിക്കാം. എന്തായാലും പിൽക്കാലത്ത് ഇവിടെ ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തനതായിട്ടുള്ള ചില രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് നിലവിൽ വന്നു. ശ്രദ്ധേയമായിട്ടുള്ള കുത്തിയാട്ടം പോലെയുള്ള കളികൾ, അതുപോലെ തന്നെ തലയാട്ട്, പ്രാചീന ഗോത്രവിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇത് നമ്മുടെ അടിസ്ഥാന ജനതയുടെ തലയാട്ട്, മുടി കൈകൊട്ടിക്കളി, അങ്ങനെയൊക്കെയുള്ള ചില കലാരൂപങ്ങളൊക്കെ രൂപത്തിൽ വന്നു. അതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടാണ് അമ്മ ദൈവങ്ങളുടെ ഒരു സ്വാധീനം അവരുടെ ആ ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ ആ കാവുകളുമായിട്ട് ബന്ധപ്പെട്ട അനുഷ്ഠാന കലകൾ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഗോത്ര വിഭാഗങ്ങളുടെ കാവുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഊട്ട്, അങ്ങനെയൊക്കെയുള്ള ചില പരിപാടികൾ, മരണാനന്തര ക്രിയകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കലാപരിപാടി, അത്തരത്തിലുള്ള ഇതെല്ലാം നമ്മുടെ ഒരു വികസന ഓരോരോ ഘട്ടങ്ങളെ നമ്മളെ അടയാളപ്പെടുത്തിയ ഒന്നാണ്. ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിന്റെ അനുസരിച്ചിട്ടുള്ള ഒരു വികസനം കൂടി നമ്മൾ അനുഭവിച്ചുകൊണ്ടാണ് ഇന്നിലേക്ക് നമ്മൾ എത്തപ്പെടുന്നത്. 5 ജില്ലകളുടെ നാട്,
നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ യുക്തി നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ കൗതുകം നിറഞ്ഞതാണ് നമുക്ക് മനസ്സിലാക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് വടമൺ കാഞ്ഞിരം കഴിക്കുമോ മധുരിക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. തർക്കങ്ങളാണ്, 5 തർക്കങ്ങളാണല്ലോ ലഞ്ച് എന്ന് പറയുന്നത്. അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്തായാലും അതൊക്കെ ജീവിതമായിട്ട് കുറച്ച് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചോദ്യമാണ്. പിന്നെ അതേപോലെയുള്ള ഇല്ലമോ സ്വരൂപമോ ഇതൊക്കെ എന്ന് പറയുമ്പോൾ പിൽക്കാലത്ത് പറഞ്ഞ് ഉണ്ടാക്കിയ കഥകളായിട്ട് കരുതാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം ഇതൊന്നും അഞ്ചലിന്റെ പേരിനെ സ്വാധീനിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല. അഞ്ചൽ അതിനൊക്കെ മുൻപ് ഉരുത്തിരിഞ്ഞ ഒരു പേരായിരിക്കാനാണ് സാധ്യത.